ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്നൊരു യാത്രയുടെ വിശേഷമാട്ടോ പറയുന്നത്. അതായത് നമ്മളുടെ വർക്കിൻ്റെ ബേസിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്കാട്ടോ, ജസ്റ്റി എന്നാണ് പേര്. പുള്ളിക്കാരിയുടെ കല്യാണം നടക്കുന്നത് പഴയന്നൂർ നിയർ ടു ഒറ്റപ്പാലത്തായിട്ടാട്ടോ. അപ്പം ഞങ്ങൾ ടീമെല്ലാം തലേദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേ യാത്രയാവുന്നതിന് മുമ്പ് ഒരു മന്തിയൊക്കെ കഴിച്ചാലോ എന്നൊരു രീതിയിൽ അടൂർ അൽറാസിലാണ് മന്തി കഴിക്കാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോഴൊരു ഒരു ഗെയിമിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രഞ്ജിത്തേട്ടൻ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ ഭയങ്കര വീക്കായതുകൊണ്ട് നോക്കിയിരുന്നു എന്ന് മാത്രം. കാർത്തികേട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ ശരിയായാലോ. പുള്ളി പക്ഷേ ഭയങ്കര തന്ത്രശാലിയാണ് കേട്ടോ. പുള്ളിക്കാരൻ നേരെ ആ ഫോട്ടോ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്ത് ഈസി വേയിലാണ് കണ്ടുപിടിച്ചത്. പക്ഷേ രഞ്ജിത്തേട്ടൻ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സ്പിരിറ്റിൽ അത് ഏറ്റെടുത്ത് ട്രൈ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തി. അങ്ങനെ അവിടെ ഇരിക്കുന്ന വെയിറ്ററിൻ്റെ അടുത്ത് പേനയൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ പേനയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് കണ്ടു നോക്കാം. ശരിയാക്കും എന്നാണ് പറയുന്നത്. ശരിയാക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. കാർത്തികേട്ടാ ചെയ്യണേ. ഓ എനിക്ക് വേണ്ടെന്ന് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിൽ നോക്കൂ എന്നുള്ള കാര്യം. പുള്ളി എപ്പോഴും എനിക്കൊന്ന് ഗൂഗിളിനുണ്ടായതാണോ എന്നൊരു ഡൗട്ടുണ്ട്. രഞ്ജിത്തേട്ടൻ അങ്ങനെ പുള്ളി പറഞ്ഞൊരു ടെക്നിക്കുണ്ട് കേട്ടോ, സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യാതെ ഫിനിഷ് ചെയ്ത് തുടങ്ങുക, അതാകുമ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ രഞ്ജിത്തേട്ടൻ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇതാ വന്നിട്ടുണ്ട്. നമ്മൾ കാന്താരി മന്തിയാട്ടോ ഓർഡർ ചെയ്തത്. ഒരു മന്തിയൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്നൊരു ഉദ്ദേശത്തിൽ അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് കാർത്തികേട്ടൻ കഴിച്ച് മടുത്ത് വയ്യം തോന്നുന്നു, നിറഞ്ഞു പുള്ളിക്കങ്ങ് തലയ്ക്ക് കൈയൊക്കെ വെച്ചിരിക്കുകയാണ്. ഓക്കെ മതി എന്ന് വെയിറ്ററിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ദീർഘയാത്രയ്ക്ക് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. 6 മണിക്കൂറത്തൊരു ട്രാവലിംഗ് വരുന്നുണ്ട്. ഈ വൺ സൈഡ് ഇപ്പം കാർത്തികേട്ടനാണ് ഡ്രൈവിങ്. പോകുന്ന വഴിക്ക് നല്ലൊരു ലൊക്കേഷൻ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സഡനായിട്ട് അവിടെ നിർത്തി. മേളിൽ നിന്ന് വരുന്നൊരു ഊറ്റിൻ്റെ വെള്ളമാണെന്നാണ് അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഈ പള്ളി വകയായിട്ട് എന്തെങ്കിലും സംഭവങ്ങളാണോ, പരിശുദ്ധമായിട്ടുള്ള അങ്ങനെയൊക്കെ സംഭവമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ജസ്റ്റ് ഫേസ് വാഷൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഫ്രഷായി. അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. വെള്ളം കണ്ട ആക്രാന്തം കാർത്തികേട്ടന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാര്യം ടയേർഡാണല്ലോ ത്രൂ ഔട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പം. അങ്ങനെ കാലൊക്കെ ഒന്ന് നനച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് ഇറങ്ങി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് മൂത്തിട്ട് വീണ്ടും ട്രാവൽ ചെയ്യാനായിട്ട് പോവുകയാണേ. എൻ്റെ പൊന്നെ, പോകുന്ന വഴിക്ക് മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. റോഡിൽ കുഴി റോഡ് ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു മഴ ഞങ്ങൾക്ക്. എങ്കിലും ഇടയ്ക്കൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ തട്ടിമുട്ടിയൊക്കെ പോയി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മഴയുടെ കാര്യം. ഭയങ്കര രീതിയിൽ മഴയായിരുന്നു. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ, റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നമ്മുടെ റൂമിൻ്റെ ഔട്ട് സൈഡ് നോക്കുമ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. അതായത് ഏകദേശം അവിടെ രാവിലെ തൊട്ടേ മഴ ചാറി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. എങ്കിലും നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് നല്ല മസാല ദോശയും അവിടുത്തെ ദോശ കേട്ടോ ഭയങ്കര, ഇവിടുത്തെ ഒരു 2 എണ്ണത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അവിടെ ഒരെണ്ണത്തിന്. അരുൺ ചേട്ടനേക്കാളിലും വലിയൊരു ദോശ. അങ്ങനെ നമ്മൾ നേരെ അവരുടെ റൂമിൻ്റെ അവിടെ എത്തി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. കണ്ടില്ലേ, കാർത്തികേട്ടൻ എപ്പോഴും വർക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ഒരുക്കമുണ്ട്, ക്യാമറയൊക്കെ റെഡിയാക്കിയിട്ട്. അപ്പം വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു AR ഹാൻഡ്ലൂംസ് ഇവിടെ അടുത്താണ്, അവിടെ ഒന്ന് കാണണമെന്ന്. ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തു ഞങ്ങൾ. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക്, വർക്കെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിലോട്ട് പോകുന്ന കാഴ്ചകളാട്ടോ ഈ കാണുന്നത് നിങ്ങൾ. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും കാർത്തികേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, കുതിരാനിലകത്തൂടെ വണ്ടി ഓടിച്ച് പോകണമെന്നുള്ളത്. എന്തായാലും ആ ആഗ്രഹം സാധിച്ചു. അങ്ങോട്ട് പോയപ്പോൾ എടുത്ത വിഷ്വൽ അത്രയും ഭംഗിയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ നൈറ്റ് വിഷ്വലാട്ടോ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ വേറെ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിലൊന്ന് ഫുഡ് അടിക്കുക, നേരെ വീട്ടിലോട്ട് പോവുക, സ്വസ്ഥമായിട്ട് ഉറങ്ങുക. അങ്ങനെ നമ്മുടെ ഷവായ മന്തിയാട്ടോ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഓർഡർ ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ, സീ യു.